أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أتبنون بكل ريع آية تعبثون وتتخذون مصانع لعلكم تخلدون وإذا بطشتم جبارين فاتقوا الله وأطيعون واتقوا الذي أمدكم بما تعلمون أمدكم بأنعام وبنين وجنات وعيون إني أخاف عليكم عذاب يوم عظيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1248 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറയിലെ 128 മുതൽ 135 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതബ്നൂന ബികുല്ലി റീഇൻ ആയതൻ തഅബസൂൻ വതത്തഖിദൂന മസാനിഅ ലഅല്ലകും തഖ്ലുദൂൻ വഇദാ ബതശ്തും ജബ്ബാരീൻ فاتقوا الله وأطيعون واتقوا الذي أمدكم بما تعلمون أمدكم بأنعام وبنين وجنات وعيون إني أخاف عليكم عذاب يوم عظيم. صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 128 മുതൽ 135 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആദ് സമൂഹത്തെ കുറിച്ച് ഹൂദ് അലൈഹിസ്സലാം ദൈവിക പ്രവാചകൻ എന്ന നിലക്ക് ദൗത്യം നിർവഹിച്ച അറേബ്യയിലെ ഏറ്റവും പൗരാണികമായിട്ട് ജീവിച്ചിരുന്ന സമൂഹമായി അറിയപ്പെട്ടിരുന്ന ആദ് സമൂഹം, ആ ആദ് സമൂഹത്തെ കുറിച്ചാണ് നമ്മൾ വായിച്ചു വരുന്ന ഭാഗത്ത് പരാമർശിക്കപ്പെടുന്നത്. ആദ് സമൂഹം ദൂതന്മാരെ കളവാക്കിയ കാര്യം അല്ലാഹു നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഹൂദ് അലൈഹിസ്സലാം അവരോട് തഖ്വയുള്ളവരായി, സൂക്ഷ്മതയും ജാഗ്രതയും ദൈവഭക്തിയും ദൈവഭയവും ഒക്കെ ഉള്ളവരായി ജീവിക്കാൻ വേണ്ടി നിർദ്ദേശിച്ച കാര്യവും ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. ഇന്നി ലക്കും റസൂലുൻ അമീൻ എന്ന് സ്വയം പരിചയപ്പെടുത്തുകയാണ് ഹൂദ അലൈഹിസ്സലാം ചെയ്യുന്നത്. നിങ്ങളുടെ കാര്യത്തിൽ ഏറെ ഗുണകാംക്ഷയുള്ള സത്യസന്ധനായ ദൈവിക ദൂതനാണ് ഞാൻ. അതുകൊണ്ട് ഫത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനോട് ഭയഭക്തിയുള്ളവരാവുക, വഅതിഊൻ, എന്നെ എല്ലാ കാര്യങ്ങളിലും അനുസരിക്കുകയും ചെയ്യുക എന്നാണ് അള്ളാഹുവിന്റെ ദൂതൻ എന്ന നിലക്ക് ദൗത്യം നിർവഹിച്ചുകൊണ്ട് ഹൂദ് അലൈഹിസ്സലാം അവരോട് പറയുന്നു. ഈ ദൗത്യം നിർവഹിക്കുന്നതിന് ഞാൻ നിങ്ങളോട് യാതൊരു പ്രതിഫലവും ആവശ്യപ്പെടുന്നില്ല. എനിക്കുള്ള പ്രതിഫലം ഉലകങ്ങളുടെ തമ്പുരാനായ അള്ളാഹു നിശ്ചയിക്കുന്നതാണ്, അവന്റെ ഉത്തരവാദിത്വമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹൂദ് അലൈഹിസ്സലാം സംസാരിക്കുന്നത്. പിന്നിട്ട ഭാഗത്ത് നമ്മൾ മൂസ അലൈഹിസ്സലാം ഫിറഔന്റെ നാട്ടില് ഈജിപ്തില് ദൗത്യ നിർവഹണം നടത്തിയ കാര്യം, തുടർന്ന്
നൂഹ് അലൈഹിസ്ലാമിന്റെ ദൗത്യ നിർവഹണ കാര്യം, ഇബ്രാഹിം അലൈഹിസ്ലാം ദൗത്യം നിർവഹിച്ച കാര്യങ്ങളൊക്കെ തന്നെ പരാമർശിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മക്കയിലെ ആളുകൾക്ക് ഈ ചരിത്ര കാര്യങ്ങള് അവയെക്കുറിച്ചൊരു ബോധം ഉണ്ടാവേണ്ടതുണ്ട് എന്ന ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവിക സമൂഹങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതില് ചില ഗുണപാഠങ്ങളുണ്ട് എന്ന വിധത്തിൽ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുമൊക്കെയാണ് ഈ കാര്യങ്ങൾ വിവരിക്കപ്പെടുന്നത്. ഇതില് ആദ്യ സമൂഹത്തെ കുറിച്ചുള്ള ചില പരാമർശങ്ങൾ നടത്തിയതിനു ശേഷം ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകള് ഈ 128 ആയത്ത് മുതലുള്ള കാര്യം നോക്കാം. ഹൂദ് അലൈഹിസ്സലാമാണ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതബ്നൂന ബികുല്ലി റിയഇൻ ആയതൻ തഅബസൂൻ എന്നാണ് ആദ്യ സമൂഹത്തിന്റെ നിലപാടുകളെയും പ്രവർത്തനങ്ങളെയും പരാമർശിച്ചുകൊണ്ട് ഹൂദ് അലൈഹിസ്സലാം അവരോട് പറയുന്നത്. അതബ്നൂന ബികുല്ലി റിയഇൻ, റിയ എന്ന് പറഞ്ഞാൽ എലിവേഷൻ, ഉയർന്ന സ്ഥലം എന്നാണ് അർത്ഥം. അപ്പോ ഒരു ഉയർന്ന ഭൂപ്രദേശം, പീഠഭൂമിയോ അല്ലെങ്കിൽ ഒരു മലയോ കുന്നോ ഉയർന്നു നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ, അത്തരം സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ സ്മാരക സൗധങ്ങളായ ചില അടയാളങ്ങള്, ചില നാട്ടകള്, പ്രതിഷ്ഠകള് അല്ലെങ്കിൽ ചില നിർമ്മിതികളൊക്കെ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ അതില് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് അതിലൊരു ആനന്ദം, അത് നിങ്ങളെ തന്നെ ആനന്ദിപ്പിക്കുന്ന ഒരു സംഗതി എന്നുള്ള നിലക്കാണ് നിങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഉപയോഗമുള്ള എന്തെങ്കിലും ഒരു കാര്യമല്ല നിങ്ങൾ നിർമ്മിക്കുന്നത്. ഒരു പ്രതിമ സ്ഥാപിക്കുന്നത് പോലെ, ഒരു സ്മാരക സൗധം സ്ഥാപിക്കുന്നത് പോലെ നിങ്ങളുടെ ഗരിമയും നിങ്ങളുടെ നിഗളിപ്പും നിങ്ങളുടെ തലയെടുപ്പും നിങ്ങളുടെ ശക്തിയും കരുത്തും ഒക്കെ കാണിക്കുന്ന വിധത്തിലുള്ള ഒരു നിർമ്മിതി. പ്രത്യേകിച്ച് അതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമൊന്നും ഉണ്ടായിട്ടല്ല, നിങ്ങളുടെ അഹന്തയുടെ ഒരു പ്രകടനം മാത്രമാണ് ഇത്തരം നിർമ്മിതികൾ. അങ്ങനെയുള്ള നിർമ്മിതികളിൽ ഏർപ്പെട്ട് കഴിയുകയാണ് നിങ്ങൾ എന്നാണ് ഇവിടെ ഹൂദ് അലൈഹിസ്സലാം അവരോട് പറയുന്നത്. അപ്പൊ ഉയരമുള്ള ഇടങ്ങളിൽ, കുന്ന് മല പോലെയുള്ള ഇടങ്ങളിൽ അല്ലെങ്കിൽ ഉയർന്ന പീഠഭൂമിയിൽ ഒക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ സൗധങ്ങൾ പണിയുന്നത് ഒരു തെറ്റാണ്, കുറ്റകരമായ കാര്യമാണ് എന്നുള്ള നിലക്കല്ല ഇത്. ആദ്യ സമൂഹത്തിന്റെ മനോഘടന, അവര് വലിയ ധിക്കാരികളും അഹന്തയുള്ളവരും അതുപോലെ സ്വേച്ഛാധിപതികളും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിനെ അംഗീകരിച്ചുകൊണ്ട് അവന് വിധേയപ്പെട്ട് വിനീതരായ ദൈവികദാസന്മാരായി ജീവിക്കുന്നതിന് പകരം അഹന്തയും അഹങ്കാരവും നിഗളിപ്പും കാണിക്കുന്ന ഒരു സമൂഹമായിട്ട് തങ്ങളുടെ നിർമ്മാണപരമായ കഴിവുകളിലും വാസ്തുശില്പ വിദ്യയിലും ഒക്കെ അഭിരമിച്ചുകൊണ്ട് അതിന്റെ പേരിൽ അഹങ്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹമായിട്ട് അവര് മാറിയിട്ടുണ്ടായിരുന്നു. അവര് അള്ളാഹുവിനെ തന്നെ വിസ്മരിച്ചിരുന്നു എന്നതാണ് ഈ വിവരണം സൂചിപ്പിക്കുന്ന ഒരു കാര്യം. അതബ്നൂന ബികുല്ലി റിയഇൻ, എല്ലാ ഉയർന്ന ഇടങ്ങളിലും, ആയതൻ തഅബസൂൻ, നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന ചില ആയത്തുകള്, നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന ചില അടയാളങ്ങള്, നിർമ്മിതികള്, സൗധങ്ങള് ഒക്കെ പണിയുകയാണ് നിങ്ങൾ. ഇതാണ് ഹൂദ് അലൈഹിസ്സലാം അവരോട് പറയുന്നത്. വതത്തഖിദൂന മസാനിഅ ലഅല്ലക്കും തഖ്ലുദൂൻ, നിങ്ങൾ വലിയ മസാനിയകള് പണിതുയർത്തുന്നു. എന്തിനു വേണ്ടിയാണ്? ലഅല്ലക്കും തഖ്ലുദൂൻ, നിങ്ങൾ ഇവിടെ ഈ ഭൂമുഖത്ത് നിത്യമായി വസിക്കേണ്ടവരാണ് എന്ന വിധത്തിലാണ്. നിങ്ങൾക്ക് മരണബോധം തീരെയില്ല. നിങ്ങൾ ഓരോരുത്തരും തന്നെ ആയുസിന്റെ അവസാനം എത്തുമ്പോൾ മരിച്ചു പോകും എന്നൊരു ബോധമില്ലാതെ
എക്കാലത്തും ഇവിടെ വസിക്കേണ്ടവരാണ് എന്ന വിധത്തിലുള്ള വലിയ കൊട്ടാരങ്ങളും കോട്ടകളും ഒക്കെയാണ് നിങ്ങൾ പണിതുകൊണ്ടിരിക്കുന്നത്. വതത്തഖിദൂന മസാനിയ ലഅല്ലക്കും തഖ്ലുദൂൻ. നിങ്ങൾ സങ്കല്പിക്കുന്നത് ഈ മസാനിയ എന്ന് പറഞ്ഞ നിർമ്മിതി എന്നാണ് അതിന്റെ മലയാളത്തിൽ പറയാവുന്ന ഒരു അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് വലിയ കെട്ടിടങ്ങളാണ്, വലിയ സ്ട്രക്ചേഴ്സ് ആണ്, വലിയ ഭവനങ്ങള്, വലിയ വീടുകള്, കൊട്ടാരങ്ങള്, കോട്ടകള് ഒക്കെ നിങ്ങൾ പണിതുയർത്തുകയാണ്. അത് പണിതുയർത്തുമ്പോ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത് ഈ വിധത്തിലാണ്. നിങ്ങൾ ഭൂമുഖത്ത് ഒരു കാലത്തും അവസാനിക്കാത്ത ഒരു ജീവിതം എന്നെന്നും ഇവിടെ ജീവിക്കുന്നവരായി വിരാജിക്കുന്നവരായി ഉണ്ടാകും എന്ന ഒരു കണക്കുകൂട്ടല് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉള്ള പോലെയാണ് നിങ്ങളുടെ പെരുമാറ്റം. അപ്പോ ഇത്തരം വലിയ നിർമ്മിതികൾ വേണ്ട, കെട്ടിടങ്ങൾ വേണ്ട, അതുപോലെ വലിയ ഭവനങ്ങൾ വേണ്ട എന്നൊന്നുമല്ല പറയുന്നത്. കെട്ടിടങ്ങളും ഭവനങ്ങളും അതുപോലെയുള്ള നിർമ്മിതികളൊക്കെ ഉണ്ടാക്കുമ്പോഴും മനുഷ്യൻ അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ നശ്വരത എന്ന ഒരു കാര്യത്തെ വിസ്മരിക്കാൻ പാടില്ല. ഇത് ഒരു പരീക്ഷണ ഘട്ടം മാത്രമാണ്. ഇത് അവസാനിക്കുന്നതോടെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരികെ എത്തേണ്ടതുണ്ട് എന്ന ഒരു ബോധം മനുഷ്യനെ നിരന്തരം ഓർമ്മയില് അങ്ങനെ ഒരു ബോധം മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യൻ തീർച്ചയായിട്ടും വിനയമുള്ളവരായിട്ടും പ്രതിബദ്ധതയുള്ളവരായിട്ടും അള്ളാഹുവിനോടും അവന്റെ ദൂതന്മാരോടും മനുഷ്യ സമൂഹത്തോടുമൊക്കെ വലിയ പരിഗണനയുള്ളവരും ആയിട്ടായിരിക്കും ജീവിക്കുക. പക്ഷെ അങ്ങനെയുള്ള ഒരു നിലപാടല്ല ആദ് സമൂഹം പ്രകടിപ്പിക്കുകയുണ്ടായത്. ഇവിടെ സൂചിപ്പിച്ച പോലെ അതബ്നൂന ബികുല്ലി റിയഇൻ ആയതൻ തഅബസൂൻ. നിങ്ങളെ അഭിരമിപ്പിക്കുന്ന വിധത്തില്, ആനന്ദിപ്പിക്കുന്ന വിധത്തിലുള്ള വലിയ സൗധങ്ങളാണ് നിങ്ങൾ ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ നിങ്ങൾ വലിയ കൊട്ടാരങ്ങൾ പണിയുന്നു. വതത്തഖിദൂന മസാനിയ. എന്തിനാണ്? ലഅല്ലക്കും തഖ്ലുദൂൻ. നിങ്ങൾ അതില് എന്നെന്നും വസിക്കുന്നവരായി കഴിയും എന്ന ഒരു കണക്കുകൂട്ടലിൽ. വൈദാ ബതഷ്തും ജബ്ബാരി. ഇപ്പൊ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല ആദ് സമൂഹത്തെ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടാൻ കാരണമാവുന്നത്. ആദ് സമൂഹം അവരുടെ ധിക്കാരത്തിലും അവരെ ദൈവിക മാർഗത്തിൽ നിന്നുള്ള വ്യതിചലനത്തിലും അതുപോലെ അനുസരണക്കേട് കാണിച്ചുകൊണ്ടുള്ള അവരുടെ ജീവിത രീതിയിലൊക്കെ എല്ലാ നിലക്കും അവര് ശ്രദ്ധേയരായി മാറിയിട്ടുണ്ടായിരുന്നു. അത് അവരുടെ ഓരോ പ്രവർത്തനത്തിലും പ്രകടമായിരുന്നു. വൈദാ ബതഷ്തും ജബ്ബാരിയും. നിങ്ങള് ആരെങ്കിലും ദ്രോഹിക്കാൻ ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ ചെറിയ കാരണങ്ങൾ മതിയാകും. എന്തെങ്കിലുമൊക്കെ പ്രകോപനം ഉണ്ട് എന്ന പേരിൽ നിങ്ങൾ നിങ്ങളുടെ പ്രതിയോഗികളെ തിരിച്ചടിക്കാനോ ആക്രമിക്കാനോ മുതിരുമ്പോ ബതഷ്തും ജബ്ബാരിയും, വളരെ നിഷ്ഠൂരമായിട്ട് അവരെ ദ്രോഹിക്കുന്നവരായിട്ട് മാറുന്നു. ജബ്ബാർ എന്ന് പറഞ്ഞാൽ സ്വേച്ഛാധിപതി, ഏകാധിപതി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ നിങ്ങള് സ്വേച്ഛാധിപതികളെ പോലെ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ നിലപാടുകളോ എന്താണെന്ന് പരിശോധിക്കാൻ പോലും സന്നദ്ധത ഇല്ലാത്ത, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ലോകത്തെ പല സാമ്രാജ്യത്വ ശക്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലോകം മുഴുവനും കുറ്റകരമായ ഒരു യുദ്ധമാണ്. നിഷ്കളങ്കരായ നിരപരാധികളായ കുഞ്ഞു മക്കളെ കൊന്നൊടുക്കുന്ന അതിക്രൂരമായ കാര്യമാണ് നെതന്യാഹു നേതൃത്വം കൊടുത്തുകൊണ്ട് ചെയ്യുന്നത് എന്ന് ലോക സംഘടന, യുണൈറ്റഡ് നാഷൻസ് വരെ അങ്ങനെ നിരീക്ഷിച്ചിട്ടും അത് വിലക്കിയിട്ടും അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ധിക്കാരപരമായിട്ട് ബതഷ്തും ജബ്ബാരിൻ എന്ന് തന്നെ പറയാവുന്ന വിധത്തിലാണ് ഇസ്രായേൽ ഭരണകൂടം ഫലസ്തീൻ മക്കളെ കൊന്നൊടുക്കുന്നത്. ഇത് നമ്മളെ കൺമുന്നിൽ കാണുന്ന ഒരു കാര്യമാണ്. ദീർഘകാലത്തെ യുദ്ധ സാഹചര്യവും
അടിസ്ഥാന അവകാശങ്ങളെ പോലും നിഷേധിച്ചുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഫലസ്തീനികളെ ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേൽ. ആ ഒരു ഘട്ടത്തിലാണ് ഹമാസിന്റെ നേതൃത്വത്തിൽ ലോകത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ തന്നെ ഇസ്രായേലിന് നേരെ അവർ ആക്രമണം നടത്തുന്നത്. എന്നാൽ ഇസ്രായേൽ അതിനോട് പ്രതികരണമായിട്ട് ലോക ശക്തികളുടെ പിന്തുണയോടെയും സൈനിക പിൻബലത്തോടെയും തിരിച്ചടിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. അത് വളരെ ക്രൂരമായ, നിഷ്ഠൂരമായ, തത്വദീക്ഷയില്ലാത്ത, മനുഷ്യത്വം തീണ്ടിയിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ നിരന്തരമായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് എന്നതാണ് വസ്തുത. അപ്പൊ ഈ തൂഫാനുൽ അക്സ എന്ന സംഭവം ഈ കാര്യങ്ങളുടെ ഒരു തുടക്കമല്ല. നിരന്തരമായി വർഷങ്ങളായിട്ട് ഫലസ്തീനികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ കഠിനമായ യാതനകൾ, ആ ഒരു സാഹചര്യത്തിലാണ് ഫലസ്തീനികളെ ശക്തി സംഭരിച്ചുകൊണ്ട് ഇസ്രായേലിന് നേരെ ആ വിധത്തിലുള്ള ആക്രമണം അയച്ചുവിടുന്നത്. അപ്പോ അത് ഫലസ്തീനികളുടെ മുന്നിൽ വേറൊരു ഓപ്ഷനും ഇല്ലാത്ത, സ്വന്തം ജന്മനാട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ, അതിന് അവർക്ക് മാന്യമായ ഒരു ഇടം നൽകപ്പെടാത്ത അവസ്ഥയിൽ, അവർക്ക് ജീവിത സാഹചര്യങ്ങൾ തീർത്തും ഇല്ലാതാക്കിയ ഒരു സാഹചര്യത്തിലാണ് ഫലസ്തീനികൾ അത് ചെയ്തിട്ടുള്ളത്. എന്നാൽ ലോകത്ത് സകല ജനവിഭാഗങ്ങളും, പാശ്ചാത്യ രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇസ്രായേലിനെ വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടും അവര് വളരെ അക്രമപരമായ കാര്യമാണ് ചെയ്യുന്നത് എന്നത് എല്ലാവരും തന്നെ പറഞ്ഞിട്ടും അതിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു നിലപാടാണ് നെതന്യാഹു സ്വീകരിക്കുകയുണ്ടായത് എന്നത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ആദ്യ സമൂഹത്തെ കുറിച്ച് അള്ളാഹു ഇവിടെ നടത്തുന്ന ഒരു പരാമർശം അതുപോലെയുള്ളതാണ്. വൈദാ ബതഷ്തും ജബ്ബാരി, നിങ്ങൾ ആർക്കെങ്കിലും എതിരിൽ അക്രമം അയച്ചു വിടുന്നുവെങ്കിൽ അങ്ങേയറ്റത്തെ നിഷ്ഠൂരന്മാരായിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങേയറ്റത്തെ ക്രൂരത ചെയ്യുന്നവരായിക്കൊണ്ട് ജബ്ബാറുകളായിട്ടാണ്, സ്വേച്ഛാധിപതികളും ഏകാധിപതികളുമായിട്ട്, മറ്റുള്ളവരെന്ത് കരുതുന്നു എന്നതിനെ കുറിച്ച് ഒരു ആലോചന പോലും ഇല്ലാത്തവരായിക്കൊണ്ടാണ് ഈ നിഷ്ഠൂരമായ ക്രൂരത അഴിച്ചുവിടുകയുണ്ടായത്. ഫത്തഖുല്ലാഹ വ അതിഊൻ. അതുകൊണ്ട് ഹൂദ് അലൈഹിസ്സലാം ആദ് സമൂഹത്തിലേക്കുള്ള ദൈവിക ദൂതൻ എന്നുള്ള നിലക്ക് അവരോട് അവരുടെ ഒരു രക്ഷാമാർഗം കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഫത്തഖുല്ലാഹ, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരും അവനോട് ജാഗ്രതയും കരുതലും കാണിക്കുന്നവരുമായി മാറണം, എന്നെ അനുസരിക്കുകയും വേണം. ഇതാണ് നിങ്ങൾക്ക് രക്ഷാമാർഗം. നിങ്ങളുടെ ഈ ധിക്കാരപരമായ, നിഷ്ഠൂരമായ അക്രമ മർദ്ദനങ്ങളുടെ രീതികളും നിങ്ങളുടെ അഹന്തയും അതുപോലെ നിങ്ങളുടെ നിഗളിപ്പും ഒക്കെ പ്രകടമാക്കുന്ന ജീവിത രീതിയും പിന്തുടർന്നുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ നാശം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. നിങ്ങളുടെ നാശത്തിൽ എത്തിക്കും എന്നതല്ലാത്ത ഫലമൊന്നും അതിനുണ്ടാവുകയില്ല. അതുകൊണ്ട് നിങ്ങൾ തഖ്വയുള്ളവരായി, അള്ളാഹുവിനോട് ഭയഭക്തിയുള്ളവരായിട്ട് മാറണം, ശ്രദ്ധയും സൂക്ഷ്മതയും ഉള്ളവരാവണം. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന മാർഗദർശനം അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയും വേണം. ഫത്തഖുല്ലാഹ വഅതിഊൻ എന്നാണ് ഹൂദ് അലൈഹിസ്സലാം അവരോട് പറയുന്നത്. വത്തഖുല്ലദീ അമദ്ദകും ബിമാ തഅലമൂൻ. തുടർന്ന് അള്ളാഹുവിനെ അവർക്ക് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ ചില കാര്യങ്ങൾ കൂടി ഹൂദ് അലൈഹിസ്സലാം പറയുകയാണ്. നിങ്ങൾ ആരോടാണ് തഖ്വ കാണിക്കേണ്ടത്? വത്തഖുല്ലദീ അമദ്ദകും ബിമാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, ആ കാര്യങ്ങളിലൊക്കെ നിങ്ങളെ സഹായിക്കുകയും നിങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്തിട്ടുള്ള ആ റബ്ബിനെ, ആ അള്ളാഹുവിനെ നിങ്ങൾ തഖ്വയോടുകൂടിയുള്ള സമീപനം അവനോട് സ്വീകരിക്കണം. അവനെ ഭയപ്പാടും അതുപോലെ ഭയഭക്തിയും ശ്രദ്ധയും ജാഗ്രതയും ഒക്കെയുള്ള ഒരു സമീപനം നിങ്ങൾ അവനോട് സ്വീകരിക്കണം.
കാരണം അവനാണ് നിങ്ങളുടെ നിലനിൽപ്പിന്, നിങ്ങൾക്കറിയാവുന്ന വിധത്തിലുള്ള നിലനിൽപ്പിന്റെ മുഴുവൻ അടിത്തറയും നിങ്ങൾക്ക് നൽകി നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് അവനാണ്. അപ്പോ അതുകൊണ്ട് നിങ്ങൾ ആ അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവനെ ഭയപ്പെട്ടുകൊണ്ട് കഴിയുന്നവരായിട്ട് മാറണം. നിങ്ങൾക്കറിയാവുന്നതൊക്കെയും തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ള, നിങ്ങൾക്ക് ആ നിലക്കൊക്കെ അമദ്ദ എന്ന് പറഞ്ഞാല് കൈത്താങ് നൽകി, സഹായിച്ചു, നൽകി എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒത്തിരി കാര്യങ്ങള് അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ അള്ളാഹുവിനോട് നിങ്ങൾ ഭയഭക്തിയുള്ളവരായിട്ട് വേണം നിലക്കൊള്ളാൻ. അമദ്ദക്കും ബി അൻആമിൻ വ ബനീൻ, അതിന്റെ ചില വിശദാംശങ്ങൾ കൂടി അള്ളാഹു പറയുകയാണ്. നിങ്ങൾക്ക് അവൻ കന്നുകാലികളെ ധാരാളമായിട്ട് തന്നു, അതുപോലെ സന്താനങ്ങളെ നൽകി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശക്തരായ ഒരു സമൂഹമാക്കി അവൻ മാറ്റി. നിങ്ങൾക്ക് സാമ്പത്തിക പിൻബലമായിട്ട് ധാരാളം കന്നുകാലികളെ അവൻ നൽകുകയുണ്ടായി. ജന്നാത്തിൻ വ ഉയൂൻ, തോട്ടങ്ങളും ഉറവിടങ്ങളും നൽകി അവൻ നിങ്ങൾക്ക് വലിയ കൃഷിയിടങ്ങള്, വലിയ തോട്ടങ്ങള് നിങ്ങൾക്ക് അവൻ നൽകുകയുണ്ടായി എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് സാധ്യമാക്കി. അതുപോലെ വലിയ ജലാശയങ്ങളും ജലസ്രോതസ്സുകളും അവൻ നിങ്ങൾക്ക് നൽകുകയുണ്ടായി. ഇതൊക്കെ ചെയ്ത ഒരു റബ്ബുണ്ട്. ആ റബ്ബിന് നിങ്ങൾ തഖ്വയുള്ള നിലപാടോടുകൂടി ആ റബ്ബിനെ നിങ്ങൾ സമീപിക്കണം. ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ അദീം, നിങ്ങളുടെ കാര്യത്തില് അതിഭീകരമായ ഒരു നാളിന്റെ ശിക്ഷ ഞാൻ ശരിക്കും ഭയപ്പെടുന്നുണ്ട്. ഇന്നി അഖാഫു അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വലിയ ഭയമാണുള്ളത്. എന്താണ് ആ ഭയം? അതിന്റെ അടിത്തറ എന്താണ്? അദാബ യൗമിൻ അദീം, അതിഭീകരമായ ഒരു നാളിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടും എന്ന ഭയം എനിക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് തോട്ടങ്ങളും ഉറവിടങ്ങളും തന്ന, നിങ്ങൾക്ക് സന്താനങ്ങളെയും കന്നുകാലികളെയും തന്ന, നിങ്ങൾക്ക് അറിയുന്ന ഒത്തിരി വിധത്തില് നിങ്ങൾക്ക് സഹായകമായ പിൻബലമായ പലതും നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നിങ്ങളുടെ റബ്ബിന് വഴിപ്പെട്ടുകൊണ്ട്, അവന് വിധേയപ്പെട്ടുകൊണ്ട്, അവനെ ഗൗനിച്ചുകൊണ്ട് വേണം നിങ്ങൾ ജീവിക്കാൻ. ഇതാണ് ഹൂദ് അലൈഹിസ്സലാം ആദ് സമൂഹത്തിന് താക്കീതായിട്ട്, അവർക്കൊരു മുന്നറിയിപ്പായിട്ട്, അവരെ ഉണർത്തുന്ന വിധത്തില് അവരോട് പറയുകയുണ്ടായ കാര്യം. ഈ ആദ് സമൂഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണം ഇവിടെ അവസാനിച്ചിട്ടില്ല. അതിന്റെ ചില ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് വായിച്ചിട്ടുള്ളത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ വരുമ്പോൾ നമുക്ക് അതിന്റെ മറ്റു തലങ്ങൾ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ചില ചോദ്യങ്ങൾ പരിഗണിക്കാമെന്ന് വിചാരിക്കുക. ധാരാളം ചോദ്യങ്ങൾ ഇവിടെ വന്ന് കിടപ്പുണ്ട്. ഇന്നലെയും ചിലതൊക്കെ വീണ്ടും വന്നതുണ്ട്. ഈ ചോദ്യങ്ങൾ വരുന്നതിനെ ഞാൻ പരിഗണിക്കുന്നത് അത് എല്ലാവരിലും ഒരു ചിന്ത ഉണർത്തുന്ന ഒരു കാര്യമാകും എന്നതുകൊണ്ടാണ്. അന്വേഷണപരതയെ ആരും ഊതിക്കെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ആർക്കും ഏത് നിലക്കും ആലോചിക്കുകയും ചോദ്യങ്ങൾ മനസ്സിൽ ഉന്നയിക്കുകയൊക്കെ ചെയ്യുകയും അതിന് ഉത്തരങ്ങൾ തേടുകയൊക്കെ ചെയ്യാം. അപ്പോ ഇവിടെ ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം, അതും ഇതൊക്കെ തന്നെ ചിന്മയ എന്ന പ്രൊഫൈലിൽ നിന്നാണ് വന്നിട്ടുള്ളത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി യേശുവിനെ അംഗീകരിച്ചതിന് ശേഷം സിനഡ് വിളിച്ചു ചേർത്ത് പുതിയ നിയമത്തിനൊപ്പം പഴയ നിയമവും ചേർത്ത് ബൈബിൾ ഉണ്ടാക്കിയതും ഇതുപോലെ സ്വാധീന മേഖല വിപുലപ്പെടുത്താൻ നടത്തുന്ന സാമ്രാജ്യത്വ വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗം മാത്രം എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി യേശുവിന് ശേഷം പഴയ വേദം, ഓൾഡ് ടെസ്റ്റമെന്റും അതുപോലെ ന്യൂ ടെസ്റ്റമെന്റും ചേർത്ത് ബൈബിൾ ഒരൊറ്റ പുസ്തകമാക്കിയിട്ട് തന്റെ സ്വാധീന മേഖല വിപുലപ്പെടുത്തിയതിൽ അയാൾക്കൊരു രാഷ്ട്രീയ താല്പര്യം ഉണ്ടായിരുന്നു എന്നാണ് ഒന്നാമതായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. ഇതേപോലെയുള്ള ഒരു കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവിക പ്രവാചകന്മാരെ ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട്
അവരെയൊക്കെ അംഗീകരിക്കുന്നവരായിക്കൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് പ്രബോധന ദൗത്യം നിർവഹിക്കുന്നത് എന്ന ആരോപണമാണ് ഇവിടെ ചിന്മയ ഉന്നയിക്കുന്നത്. ചിന്മയെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എന്താണ് അത് മനസ്സിലാക്കിയത്? മുഹമ്മദ് എന്ന നിരക്ഷരനായ മനുഷ്യൻ 40 വയസ്സ് പിന്നിട്ട ശേഷം 23 വർഷക്കാലം അദ്ദേഹം സ്വയം എഴുതിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് ഖുർആൻ എന്നാണോ നിങ്ങൾ സങ്കല്പിക്കുന്നത്? അത് മനുഷ്യരചനയാണ് എന്നതാണോ നിങ്ങളുടെ വാദം? ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹത്തോട് സംവദിച്ചിട്ടുള്ളത് സ്വന്തം നിലയ്ക്കല്ല, ദൈവിക വെളിപ്പാടുകളായ വിശുദ്ധ ഖുർആനിലെ ആയാത്തുകളെ മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ദൗത്യം നിർവഹിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പൂർവിക പ്രവാചകന്മാരുടെ പരാമർശങ്ങളൊക്കെ വരുന്നത്. പൂർവിക പ്രവാചകന്മാരെ ഉൾക്കൊണ്ടുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും നേരത്തെ വിവിധ സമൂഹങ്ങളിലേക്ക് വന്നിരുന്ന എല്ലാ പ്രവാചകന്മാരും നിർവഹിച്ചിരുന്ന ദൗത്യം താൻ ഇപ്പോൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം തന്നെയാണ് എന്ന കാര്യം ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദൗത്യം നിർവഹിക്കുന്നത്. ഇത് 40 വയസ്സ് വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല. ദൈവിക വെളിപ്പാട് ലഭിച്ചു തുടങ്ങിയത് മുതൽ ആ ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ, ആ വെളിപ്പാടുകളുടെ സമാഹാരത്തിന്റെ പേരാണ് ഖുർആൻ എന്നത്. അതൊരിക്കലും തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഒരു മനുഷ്യ വ്യക്തി സ്വന്തം നിലക്ക് മനസ്സിൽ രൂപപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളല്ല. അദ്ദേഹത്തിന് എഴുത്തും വായനയും അറിയില്ല. മരണം വരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുത്തും വായനയും പഠിച്ചതായിട്ട് യാതൊരു തെളിവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചിരുന്ന ദൈവിക വെളിപ്പാടുകൾ എഴുതി വെക്കാൻ അദ്ദേഹത്തിന്റെ സ്ക്രൈബ്സിനെ, അദ്ദേഹത്തിന്റെ അത് എഴുതി വെക്കാനായിട്ട് ചില അനുചരന്മാരെ ചുമതലപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ പടച്ച തമ്പുരാൻ ഇത് ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഒരാള് വിശുദ്ധ ഖുർആൻ മനഃപ്പാഠം പഠിക്കുന്നത്. അത് തന്നെ ചെറിയ പ്രായത്തിൽ മനഃപ്പാഠം പഠിച്ചവർക്ക് അത് വിജയകരമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാറുള്ളൂ. അപ്പോ വളരെ ഏറെ വർഷങ്ങൾ എടുത്തുകൊണ്ട് അപൂർവം ചിലര് ചില മാസങ്ങൾ കൊണ്ടൊക്കെ ഹൃദിസ്ഥമാക്കി തീർക്കാറുണ്ട്. ഈ ഒരു സംഗതി ഒരു ദിവസം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന് മനഃപ്പാഠം പഠിക്കാൻ വേണ്ടി ആവർത്തിച്ച് ഉച്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചൊല്ലിക്കൊണ്ട് ഒരു ഭാഗത്ത് ഇരിക്കുന്നതായിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടേ ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തില് ഈ വെളിപ്പാടുകൾ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്തത്. വഹി അവതരിപ്പിക്കപ്പെടുന്നതോടുകൂടി തന്നെ അതിലെ മുഴുവൻ വാചകങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണ് ജനങ്ങളെ അദ്ദേഹം കേൾപ്പിക്കുന്നതും ജനങ്ങള് ഹൃദിസ്ഥമാക്കി എടുത്തതും പിന്നീട് അത് ലിഖിത രൂപത്തില് സംരക്ഷിക്കപ്പെട്ടതും ഒക്കെ. അപ്പൊ ഈ ഒരു സംഗതിയെ മുൻനിർത്തിക്കൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ സാമ്രാജ്യത്തെ താല്പര്യം എന്തായിരുന്നാലും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല. അത് പരിശോധിക്കേണ്ട ഒരു ആവശ്യവും നിലവിൽ നമ്മുടെ മുന്നിൽ ഇല്ലതാണ്. അതേപോലെയുള്ള ഒരു കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഖുർആൻ എന്താണ് എന്നാണ് മനസ്സിലാക്കുന്നത്? മുഹമ്മദ് എന്ന വ്യക്തി സ്വന്തമായിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംഗതിയാണ് എന്നാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിലയിരുത്തല് വളരെ അടിസ്ഥാനപരമായിട്ട് തന്നെ പിശകിപ്പോയിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊരു വിദ്യാർത്ഥിയാണെങ്കിൽ, വസ്തുതകൾ അന്വേഷിച്ച് പഠിക്കാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ ആദ്യം ഈ വക കാര്യങ്ങളിൽ ഒരു തീരുമാനത്തിലെത്തും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രചനയാണോ അത്? അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും രചിച്ച് അദ്ദേഹത്തിന് നൽകിയതാണോ? എന്താണ് ഇത് സംബന്ധമായിട്ട് നിങ്ങൾ എത്തിച്ചേർന്ന നിലപാട്? അത് വ്യക്തമായി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അനാവശ്യമായ കാട് കയറിയ ചോദ്യങ്ങളും ചിന്തകളും ഒക്കെ ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അത് അവിടെ അവസാനിപ്പിക്കുകയാണ്.
കാരണം ഒരിക്കലും തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയുള്ള സാമ്രാജ്യത്വ താല്പര്യത്തോടു കൂടി ആളുകളെ കൂടെ കൂട്ടാൻ, പൂർവിക സമൂഹത്തെ കൂടെ നിർത്താൻ വേണ്ടി വസ്തുതാപരമല്ലാത്തൊരു കാര്യം പറയുകയല്ല ഉണ്ടായിട്ടുള്ളത്. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ പ്രവാചകന്മാരുടെയും സമൂഹങ്ങള് ഈ അവസാന പ്രവാചകനെയാണ് പിൻപറ്റേണ്ടത് എന്ന കാര്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് പരിശോധിക്കാം, വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അതിൽ ഇടപെടുന്നില്ല. മറ്റൊന്ന് ചിന്മയ, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈശ്വര ചിന്തക്ക് ഉപരിയായി ജനങ്ങളെ മതത്തിന്റെ പിന്നിൽ അണിനിരത്തി അവരുടെ സംഘടിത ശക്തി ഉപയോഗിച്ച് മറ്റു ജനതകളെ സമ്മർദ്ദത്തിലാക്കി കീഴടക്കുക എന്ന ലക്ഷ്യമല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാം, ഉന്നയിക്കാം. നിങ്ങൾ പഠിച്ചു നോക്കൂ. എന്നെ സംബന്ധിച്ചിടത്തോളം 100% അബദ്ധമായ ഒരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ജനതകളെ തന്റെ കീഴിലാക്കി കൊണ്ടുവരിക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിൽ ഈ വിധത്തിലുള്ള ഒരു ധർമ്മവ്യവസ്ഥ പഠിപ്പിച്ചുണ്ടാക്കുകയും അത് പിന്തുടരുന്ന ഒരു സമൂഹമായിട്ട് സമൂഹത്തെ പരിവർത്തിപ്പിക്കുകയൊക്കെ ചെയ്യുക എന്ന ഒരു സമീപനം ഉണ്ടാകുമായിരുന്നില്ല. ലോക ചരിത്രത്തില് അങ്ങനത്തെ ദിഗ്വിജയികൾ ധാരാളം ഉണ്ട്. സമൂഹങ്ങളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് കീഴിലാക്കി മാറ്റിയ വലിയ ചക്രവർത്തിമാരും സൈന്യത്തലവന്മാരും ഒക്കെ ഉണ്ട്. അവരാരും ഇങ്ങനെ ചെയ്തിട്ടുള്ളവരല്ല. ചരിത്രത്തിൽ പ്രവാചകന്മാരല്ലാത്ത ഒരാളും തന്നെ ഇങ്ങനെയുള്ള ജനങ്ങളെ ധാർമ്മികമായി സമുദ്ധരിച്ച് വിശ്വാസപരമായി ശരിയായ അടിത്തറയിൽ ഉള്ളവരായി ആക്കി അവരെ ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരാക്കി മാറ്റിക്കൊണ്ട് അവരെ തങ്ങളുടെ കീഴിൽ സ്വാധീന വലയത്തിൽ കൊണ്ടുവരിക എന്ന ഒരു പ്രക്രിയ നിർവഹിച്ചത് ചരിത്രത്തിൽ പ്രവാചകന്മാര് മാത്രമാണ്. പിന്നീട് പ്രവാചകന്മാരുടെ പാത പിന്തുടരുന്ന ആളുകളും സമാനമായ പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് കാണാൻ കഴിയും. അതല്ലാതെ സാമ്രാജ്യത്വ മോഹമുള്ള ജനതകളെ തങ്ങളുടെ ചൊൽപ്പടിക്ക് കീഴിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആധിപത്യ മോഹമുള്ള ആളുകളുടെ ഒരു പ്രവർത്തനമല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഴ്ചവെച്ചിട്ടുള്ളത്. ചരിത്ര വസ്തുതകളെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾ പഠിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്കും ബോധ്യപ്പെടും. മറ്റൊന്ന്, നൂഹ് നബി അലൈഹിസ്സലാം എന്നെങ്കിലും അള്ളാഹു എന്ന നാമം ഉപയോഗിച്ചിട്ടുണ്ടോ? ഇവരൊക്കെ അവരുടേതായ വിശ്വാസങ്ങളല്ലേ ഫോളോ ചെയ്തിരുന്നത് എന്നതാണ്. ഈ ചോദ്യത്തിന് മറ്റൊരു രൂപത്തിൽ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യമാണിത്. ഞാൻ നേരത്തെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. നൂഹ് അലൈഹിസ്സലാം അള്ളാഹു എന്ന വാക്ക് ഉച്ചരിച്ചാലും ഉച്ചരിച്ചിട്ടില്ലെങ്കിലും ഒരുപക്ഷെ പ്രോട്ടോ അറബിക്കിൽ ഈ പദം ഉണ്ടായിരിക്കാനും നൂഹ് അലൈഹിസ്സലാം ആ പദം ഉപയോഗിച്ചിട്ടുണ്ടാകാനും സാധ്യതയുണ്ട്. പക്ഷെ അതിന്റെ ഉണ്ടായാലും ഉണ്ടായിട്ടില്ലെങ്കിലും അത് പ്രസക്തമായ ഒരു കാര്യമേ അല്ല. കാരണം അള്ളാഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എന്നാണ്. അതിനെ നിങ്ങൾ മറ്റേത് പദം ഉപയോഗിച്ചുകൊണ്ട് വിളിച്ചാലും അത് ആള് മാറിപ്പോകൂല. അത് പരമേശ്വരനെ വിളിച്ചാലും ഭഗവാൻ എന്ന് വിളിച്ചാലും ദൈവം എന്ന് വിളിച്ചാലും ഗോഡ് എന്ന് വിളിച്ചാലും യഹോവ എന്ന് വിളിച്ചാലും അള്ളാഹു എന്ന് വിളിച്ചാലും ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഒരേ ഒരു അസ്തിത്വത്തെയാണ് എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഇവ പലതാണ് എന്ന് നിങ്ങൾ ഇങ്ങനെ കുറെ ആവർത്തിച്ച് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഖുർആൻ തുടക്കം മുതൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. എല്ലാ പ്രവാചകന്മാരും മനുഷ്യന് പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രപഞ്ചനാഥനുണ്ട്. ആ പ്രപഞ്ചനാഥനെ പരാമർശിക്കുന്ന പേരാണ് അറബി ഭാഷയിൽ അള്ളാഹു എന്നത്. അപ്പോ കാര്യങ്ങള് ആവശ്യമുള്ളവർക്ക് വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു കാര്യം, ഖുർആനിലെ പ്രതിപാദ്യങ്ങളിലൂടെ അക്കാലത്ത് സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്ന നൂഹ് നബിയെ പോലുള്ള ചില വ്യക്തികളെ അപ്രോപ്രിയേറ്റ് ചെയ്ത് അതിലൂടെ ഇസ്ലാമിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കുക എന്ന വഴിയല്ലേ ഈ മതം സ്വീകരിച്ചത് എന്നതാണ് ചോദ്യം. ഇത് നേരത്തെ ഉന്നയിച്ച ചോദ്യത്തിന്റെ ആവർത്തനം തന്നെയാണ്. അതേ ഉത്തരം തന്നെ ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോ ഇതിന് ഉത്തരം പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഞാനിവിടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.